അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ചൊടിപ്പിച്ചതെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രചാരണ സമയത്ത് പറഞ്ഞത് റായ്ബലി എൻ്റെ കുടുംബ സ്വത്താണെന്നാണ്. ഇതിനെതിരെയാണ് മോദി ശക്തമായി പ്രതികരിക്കുന്നത്. രാഹുലിനും സോണിയാഗാന്ധിക്കും ഒരു അധികാര കസേരയാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ ജീവിതങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയായിട്ട് റായ്ബലിയിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. റായ്ബലിയിൽ സോണിയാഗാന്ധി വിജയിച്ചതിനു ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് സമയമായപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. അതുവരെ റായ്ബലിയിൽ ഒരു മാറ്റമോ ഒരു വികസനത്തിന്റെ പതാകയോ പാറിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. കോവിഡ് സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് രാജ്യം നിൽക്കുമ്പോൾ MP എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ സേവനം വളരെ മോശമായിരുന്നു റായ്ബലിയിൽ സംഭവിച്ചത്. നിലവിൽ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസിന്റെ രാജാവെന്ന പട്ടം രാഹുൽ ഗാന്ധിക്ക് ചാർത്തിക്കൊടുത്തത് കൊണ്ട് എന്ത് ഗുണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് വയനാട് ജനത അദ്ദേഹത്തെ MP ആക്കിയപ്പോൾ വയനാട് ജനത ഇന്ന് വരെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങൾ വയനാട് ജനത നേരിട്ടപ്പോൾ രാഹുൽ MP സ്ഥാനം വയനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇറ്റലിയിലും ഡൽഹിയിലുമായി രാഹുൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വയനാട് ആദിവാസി മേഖലയിൽ രാഹുൽ ഗാന്ധി ഒരു സഹായമോ ഒരു സംഭാവനയോ നൽകിയിട്ടില്ല. എന്നാൽ BJP നേതാവായ സുരേഷ് ഗോപി ആദിവാസി മേഖലകൾക്ക് നൽകിയ സംഭാവനയുടെ എണ്ണം ചെറുതല്ല. ഇതിൽ രാഹുൽ ഗാന്ധി 1% പോലും ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. MP സീറ്റ് മാത്രം മോഹിച്ച രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും കാണിച്ച് കൂട്ടുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൽ അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. അമേഠിയിൽ സ്മൃതി ഇറാനി വരുത്തിയ മാറ്റത്തിന്റെ കാറ്റുകൾ അമേഠിയിലെ മുഖം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആകമാനം വികസനം വന്നുകൊണ്ടിരിക്കുന്നു. റായ്ബലിയിലും ആ വികസനം വേണമെങ്കിൽ മാറി ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാതെ സോണിയാഗാന്ധിയെ പോലെ വോട്ട് ചെയ്ത് ജയിച്ചതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന ഒരു നേതാവിനെ അല്ല നമുക്ക് ആവശ്യം.